ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചില്ലി ഗാർലിക് പ്രീമിക്സ് റെസിപ്പി നോക്കിയാലോ. ഫസ്റ്റ് ഇതുപോലെ കഴുകിയ കുറച്ച് ഗാർലിക് എടുക്കുക. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ഗാർലിക്കിന് ഒരുപാട് മെഡിസിനൽ ഗുണങ്ങളുണ്ട്. ബ്ലഡ് പ്രഷറിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസും ആണ്. നമുക്ക് ഡൈജഷനൊക്കെ ആണെങ്കിൽ ഈ ഗാർലിക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചൂട് പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഞാനിതിലൊന്നും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ ഈർപ്പം ഒന്ന് പോകുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നു. അത് നന്നായിട്ട് ഒന്ന് വഴഞ്ഞ് വരുന്നവരെ അടുപ്പ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഇതിൽ കുറച്ച് കശ്മീരി മുളകും പ്രീമിയം മുളകും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്കൊന്ന് വഴറ്റണം. ഈർപ്പം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അടുത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം ഉടച്ച് നോക്കാം. ഇതുപോലെ ഉടയുന്നൊരു ഭാഗത്തിലായിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ഓക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഉണക്കമുളകും നോക്കാം. അതും ഇതുപോലെ തന്നെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലോട്ട് തണുപ്പ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു പോകാതെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പ്രീമിക്സ് ഇഡ്ഡലി, ദോശ, ചൂട് ചോറിനൊക്കെ നന്നായിട്ട് യോജിച്ച് പോകുന്ന ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല. ജസ്റ്റ് ഒരു പൊടിക്ക് ഒരു 80% നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. ഗ്രൈൻഡ് ചെയ്ത മിക്സ് ഇതുപോലെ തന്നെ നല്ലെണ്ണയിലേക്ക് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഇടാം. എന്താ നല്ലെണ്ണ ഉപയോഗിക്കുക വെച്ചാൽ, നല്ലെണ്ണ ആകുമ്പോൾ നമുക്ക് കുറച്ച് നാളും കൂടി ഈ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചാലും ഇത് കേടുകൂടാതെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. എണ്ണ തെളിഞ്ഞ് ഒരു വഴറ്റിന് ശേഷം ചൂടാറി അതുപോലെ കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം.